ഹലോ, വെൽക്കം ടു ഗോൾഡൻ ഡയറി. ബീഫ് കറിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി 1/2 കിലോ ബീഫ്, ഉള്ളി ഒരു 400 ഗ്രാം, ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളി ഒരു 30 എണ്ണം, കറിവേപ്പില 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം, തക്കാളി 1 എണ്ണം, പിന്നെ മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1/4 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ബീഫ് കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. മസാലക്കൂട്ടം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1/4 സ്പൂൺ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം മൊത്തം 3 വിസിൽ അടുപ്പിക്കണം. ഓരോ ഇറച്ചിയുടെ വേവ് അനുസരിച്ചിരിക്കും. ഞാൻ 3 വിസിലാണ് അടുപ്പിച്ചത്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇറച്ചിയുടെ വെള്ളം പറ്റുന്നതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി മീഡിയം ഫ്ലെയിമിലിടുക. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുള്ളത് നമ്മൾ പറ്റിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി കറി നല്ല പാകത്തിനായിട്ട് കിട്ടും. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പറ്റിച്ചെടുക്കാം. പിന്നെ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ചാറുള്ളതാണ് നല്ലത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നന്നായി വെള്ളമൊക്കെ പറ്റി കറി നല്ല പാകമായിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.